എന്തായിരിക്കുന്നതെന്ന് ഒരു പഴം അല്ലെ, ഒരു കുഞ്ഞു പഴം, ഒരു ഓറഞ്ച് നിറമുള്ള പഴം. ഈ പഴം നിങ്ങളെ ഞാനൊന്ന് പരിചയപ്പെടുത്താം. ഇതിൻ്റെ പേര് മുളക് ചെറി എന്ന് നമ്മുടെ നാട്ടിൽ പറയും. സൂരിനാം ചെറി, അല്ലെങ്കിൽ ഇത് ബ്രസീലിയൻ ചെറി എന്നൊക്കെ പറയുന്ന ഒരു പുളിയുള്ള പഴമാണ്. ചെറുവർഗത്തിൽപ്പെട്ട. ഇതിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ ഇത് എവിടെ നിന്ന് കിട്ടിയെന്നൊക്കെ കാണിക്കാം. നല്ല പഴം, അതിൻ്റെ കളറ് കണ്ടാൽ മതിയല്ലോ. ഇതിന് പല പേരുണ്ട്. നമ്മുടെ നാട്ടിൽ മുളക് ചെറി എന്നൊക്കെ പറയുന്നത്, സൂരിനാം ചെറി അല്ലെ ബ്രസീലിയൻ ചെറി എന്നൊക്കെ പറയുന്ന എൻ്റെ ഒരു ചെറിയാണ് കേട്ടോ. നട്ടിട്ട് 3-4 വർഷമായി. എന്തോ ആകെ ഇത്രയേ ഉള്ളൂ, ഒരു ചീനിയുടെ വലിപ്പമേ ഉള്ളൂ ചെറിക്ക്. അതിൽ ഒരു കായുണ്ടായി. കാ പിടിച്ചത് ഈ ഒരെണ്ണമേ ഉള്ളൂ, അത് പഴുത്ത് കണ്ടോ. ഇനി നിർത്തിക്കൊണ്ട് നിന്നിട്ടുണ്ടെങ്കിൽ അതിൽ എന്തോ ഒരു പാടൊക്കെ വന്നിട്ടുണ്ട്. അപ്പം ഞാനിതിങ്ങോട്ട് പറിച്ചെടുക്കുവാണ്. എൻ്റെ നല്ല പുളിയൊക്കെ ഉണ്ട്, പക്ഷേ എൻ്റെ ഭംഗി കണ്ടോ. നമ്മുടെ നാട്ടിൽ ഒരു പരിചരണവും ഇല്ലാതെ ഞാനിപ്പോൾ ഇത് നട്ടു വെച്ചു. വേനൊക്കെ ഉണങ്ങിപ്പോൾ അത് വെള്ളം ഒഴിച്ചു. അല്പം ബാക്കിയുള്ള ഇതിന് വളമിടുമ്പം ഇച്ചിരി വളം ചാണകമൊക്കെ ഇട്ടു, അത്ര അല്ലാതെ ഒന്നും ചെയ്തിട്ടില്ല. പ്രത്യേകിച്ച് ഒരു പരിചരണവും കൊടുക്കാതെ ഉണ്ടായതാണിത്. ഈ വർഷം ഒരെണ്ണം ഉണ്ടായപ്പം അടുത്ത വർഷം ഇനി കൂടുതലുണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് ഇഷ്ടമുണ്ടെങ്കിൽ പെട്ടെന്ന്, ഇത് ഞാൻ ഒരു മരത്തിൻ്റെ ചോട്ടിൽ നിന്ന് തൈ പറിച്ചു കൊണ്ടുവന്ന് നട്ടതാട്ടോ. അപ്പോൾ ഇതിൻ്റെ കുരു നമ്മുടെ നാട്ടിൽ കിളിർക്കും. ഇത് ഇവിടെ അടുത്തൊരു ആൻറ്റി എനിക്ക് തന്നതാണ്. ആൻറ്റി മരത്തിൻ്റെ ചോട്ടിൽ നിൽക്കുന്ന തൈ കണ്ട് ഞാൻ പറിച്ചു കൊണ്ടുവന്ന് ഇവിടെ നട്ടതാണ്. ഒരു ചെറിയ 2 നിലയുള്ളൊരു ചെടിയായിരുന്നു. അപ്പം ഇത് ആർക്കെങ്കിലുമൊക്കെ ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ, ഇത് ഗുണമുള്ളതാണ് കേട്ടോ. ഇത് നമുക്ക് ചെറീസിൽ പെട്ടതായതുകൊണ്ട് തന്നെ കൊളസ്ട്രോളിനെ നിയന്ത്രിക്കാനും കുറയ്ക്കാനും HDL കൂട്ടാനും ഒക്കെ നല്ലൊരു പഴമാണ്. ദക്ഷിണേന്ത്യൻ ചെറി എന്നും അറിയപ്പെടുന്ന ഒരു ചെറിയാണിത്. ഇതിന് പല ഗുണങ്ങളുണ്ട്. നമ്മുടെ രോഗപ്രതിരോധ ശക്തി കൂട്ടുന്നു. പിന്നെ സ്കിന്നിൻ്റെ, തൊലിയുടെ ആരോഗ്യത്തിന് നല്ലതാണ്. പിന്നെ ദഹനത്തെ വർദ്ധിപ്പിക്കുന്നു. ശരീരത്തിലെ നീർക്കെട്ട് കുറയ്ക്കാനും ഈ പഴം സഹായിക്കുന്നു. അപ്പോൾ ഇത് കൊലയായിട്ട് ഒരു ഞെട്ടിൽ തന്നെ പല കൊലയായിട്ട് ഉണ്ടാകുന്ന ഒരു പഴമാണ്. ഇതിൻ്റെ പൂക്കൾ വെളുത്തതാണ്. ഉണ്ടാകുമ്പോൾ ഇത് പച്ച നിറത്തിലാണ് ഇരിക്കുന്നത്. അത് കഴിഞ്ഞ ശേഷം പഴുക്കുമ്പോഴാണ് ഇതിന് ഈ ചുമന്ന കളറ് വരുന്നത്. അപ്പോൾ ഇത് അധികം നമ്മുടെ ദക്ഷിണേന്ത്യയിൽ ഉണ്ടാകുന്ന ഒരു പഴമാണ്. നമുക്ക് വലിയ പരിചരണമൊന്നും ഇല്ലാതെ നട്ടു വളർത്താൻ കഴിയും. നട്ട് കിളുക്കും. ഇനി നഴ്സറികളിൽ ഇതിൻ്റെ ഹൈബ്രിഡ് ഇനങ്ങളൊക്കെ ഉണ്ടോ എന്നെനിക്കറിയില്ല. അപ്പം നിങ്ങൾക്ക് കിട്ടുവാണെങ്കിൽ, ഇതിപ്പോൾ കണ്ടില്ലേ, ഇതിപ്പം ആദ്യം ഉണ്ടായതായതുകൊണ്ട് ഞാൻ വളരെ സൂക്ഷിച്ച് വെച്ചുകൊണ്ടിരുന്നത് ഒരേ ഒരെണ്ണമാണ് പിടിച്ചത്. അപ്പോൾ അടുത്ത വർഷമാകുമ്പോഴത്തേനും, പിന്നെ അത് എരമ്പം തറന്ന് നിന്നത്, അതിൻ്റെ മുകളിലുള്ള എരമ്പൊക്കെ ഇപ്പോഴാണ് പോയത്. ഇനി അടുത്ത വർഷമാകുമ്പോഴത്തേനും നമുക്കിത് കൂടുതൽ കായ്ക്കുമെന്ന് തോന്നും. ഇത് ആണ്ടിൽ 2 പ്രാവശ്യം കായ്ക്കാനുണ്ട്. ഞങ്ങളുടെ അടുത്തൊരു വീട്ടിലുണ്ട്, അവിടുന്നാണ് ഞാൻ കൊണ്ടുവന്ന് കണ്ടത്. അവിടുന്ന് ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇതിൻ്റെ പഴം പറിച്ച് കൊണ്ടുവരാറുണ്ട്. ഇത് പുളിയാണ്, കറി വയ്ക്കാൻ കൊള്ളുമെന്ന് എനിക്കറിയില്ല. ഞാൻ പഴം തിന്നിട്ടും മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ചെടി നട്ടു വളർത്താവുന്നതാണ്. അധികം സ്ഥലമൊന്നും വേണ്ട. ഒരു ഡ്രമ്മിനകത്തൊക്കെ നടാൻ പറ്റിയൊരു ഫ്രൂട്ടാണ്. ഈ പഴം ഒന്ന് മുറിച്ച് നോക്കാം. സാധാരണ ഇത് വായിലേക്കിട്ട് തിന്നുകയോ ചെയ്യുന്നത്. പിന്നെ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഞാനിതൊന്ന് മുറിച്ച് നോക്കിയത് കണ്ടോ. ഇതിനകത്തൊരു കുരുവുണ്ട്. ഈ കുരു നട്ടിട്ടാണ് പുതിയ തൈ ഉണ്ടാകുന്നത്. ഇതിൻ്റെ ഈ തൊണ്ടും ഈ ഫ്ലഷായിട്ടുള്ളതും നമുക്ക് തിന്നാനും കൊള്ളാം. ഇതാണ് ഇതിൻ്റെ കുരു. ടേസ്റ്റുണ്ട്, പക്ഷെ നല്ല പുളിയുണ്ട് കേട്ടോ. ചീനി നടുന്ന സ്ഥലം, അല്ലെങ്കിൽ ഒരു കപ്പ ചോട് നടുന്ന സ്ഥലം, അല്ലെങ്കിൽ നമ്മളൊരു പൂച്ചെടി നടുന്ന സ്ഥലമൊക്കെ മതി. അല്ലാതെ വലിയ മരം നടുന്ന പോലത്തെ സ്ഥലമൊന്നും ആവശ്യമില്ല. അധികം പരിചരണം ആവശ്യമില്ല. നമ്മുടെ അടുക്കള വേസ്റ്റോ അല്ലെങ്കിൽ ഇച്ചിരി എന്തെങ്കിലുമൊക്കെ നമുക്ക് ഇടാൻ പറ്റുന്നത് അതിൻ്റെ ചുവട്ടിൽ ഇട്ട് കൊടുത്താൽ നല്ലതാണ്, ഒരു ഡ്രമ്മിനകത്ത് നട്ടിട്ട്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒരു ബ്രസീലിയൻ ചെറി, അല്ലെങ്കിൽ സൂരിനാം ചെറി എന്നൊക്കെ പറയുന്ന ഈ ചെറി
നട്ടു വളർത്തുക. നമ്മുടെ നെല്ലിക്കായും പിന്നെ ലൂവിക്കായും ഒക്കെ പോലെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് കഴിക്കാം. നമ്മുടെ ആരോഗ്യം നിലനിർത്താം. രോഗപ്രതിരോധ ശേഷി കൂട്ടുന്നതാണല്ലോ. അതുപോലെ പുളി ആയതുകൊണ്ട് പിള്ളേർക്കൊക്കെ ഇഷ്ടമായിരിക്കും. അപ്പം ബൈ.